ലിപ്ലോക്ക് രംഗവും നഗ്നരംഗവും ഡിലീറ്റ് ചെയ്യില്ല എന്നും ബ്ലാക്ക് മെയിൽ ഉണ്ടായി എന്നും ഒടുവിൽ ടൈറ്റിൽ റോൾ ചെയ്ത സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നുമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു നടി വെളിപ്പെടുത്തൽ നടത്തിയത്. ടൈറ്റിൽ റോൾ ചെയ്ത സിനിമയുടെ സംവിധായകനിൽ നിന്നും തനിക്കുണ്ടായ അതിക്രമം വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പ്രമുഖ നടി. സിനിമയിലെ ഇന്റിമേറ്റ് സീനിന്റെ വിശദാംശങ്ങൾ മുൻകൂട്ടി നൽകിയില്ല എന്നും സമ്മതത്തോടെ മാത്രമേ ഷൂട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ലിപ്ലോക്ക് സീനുകളും നഗ്നരംഗങ്ങളും ചെയ്യാൻ താൻ നിർബന്ധിതയായി എന്നുമാണ് നടി കമ്മീഷന് മുൻപാകെ പറയുന്നത്. അടുത്ത ദിവസം ബാത്ടബ് സീനും നഗ്നരംഗവും ഷൂട്ട് ചെയ്യണമെന്ന് സംവിധായകൻ പറഞ്ഞതോടുകൂടി ആ സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും കൊച്ചിയിലേക്ക് നേരിട്ട് വരാതെ ഇന്റിമേറ്റ് രംഗങ്ങൾ ഡിലീറ്റ് ചെയ്യില്ല എന്ന് സംവിധായകൻ പറഞ്ഞതായും അവസാനം പ്രൊഡ്യൂസറോട് പരാതിപ്പെടേണ്ടി വന്നുവെന്നും നടി റിപ്പോർട്ടിലൂടെ പറയുന്നു. ഇത്തരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗിക അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ടെന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലരും നേരിട്ട അതിക്രമങ്ങൾ പുറത്തു പറയാത്തതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ മലയാള സിനിമയെ നയിക്കുന്നത് പ്രമുഖ നടന്റെ മാഫിയാണെന്നും അവർക്ക് സിനിമയിൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംവിധായകരെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയും താരങ്ങളെയും നിയന്ത്രിക്കുന്നുവെന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സിനിമയിൽ നിന്നും വിലക്കുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. മലയാള സിനിമയിലെ പുരുഷ മേധാവിത്വവും സ്ത്രീ വിരുദ്ധതയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 233 പേജുകളുള്ള റിപ്പോർട്ടിൽ വെളിപ്പെടുമ്പോൾ വലിയ പ്രാധാന്യത്തോടെയാണ് കേരള സമൂഹം തന്നെ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ സെറ്റിലെത്തി ഹേമ കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗിക അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ടെന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലരും നേരിട്ട അതിക്രമങ്ങൾ പുറത്തു പറയാത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ സിനിമയുടെ പേരിൽ അതിക്രമത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് ഹേമ കമ്മീഷൻ പറയുന്നത്. 60ഓളം പേജുകൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിട്ടില്ല. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. 165 മുതൽ 196 വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടുമില്ല. മൊഴികൾ അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടില്ല. എന്നാൽ മലയാള സിനിമയിലെ എല്ലാ പുരുഷന്മാരും ചൂഷകരല്ല എന്നും സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന വ്യക്തികളും സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്നും കമ്മീഷൻ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് സിനിമാ സെറ്റിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്നും ഹേമ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. മൂത്രമൊഴിക്കാൻ ബാത്റൂം സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഷൂട്ടുള്ള സമയത്ത് പലപ്പോഴും വെള്ളം കുടിക്കാതെ ഇരിക്കുന്നതിനാൽ മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഹേമ കമ്മീഷനോട് നടിമാർ പരാതിപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ മീ ടു പേഴ്സൺ എന്ന ടാഗ് നൽകി മാറ്റി നിർത്തിപ്പെടുമെന്നും പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ഇഷ്ടമല്ല എങ്കിൽ പ്രോബ്ലം മേക്കർ മീ ടു പേഴ്സൺ ടാഗുകൾ ചാർത്തുന്നുവെന്നും ഹേമ കമ്മീഷൻ വെളിപ്പെടുത്തുന്നു. മാക്ട സംഘടന തകർന്നത് ഒരു പ്രമുഖ നടന്റെ ഇടപെടലിലാണെന്ന വെളിപ്പെടുത്തൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ഹേമ കമ്മീഷനോട് സംസാരിക്കരുതെന്ന് മലയാള സിനിമയിലെ ഡാൻസർമാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നുവെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ട്രിബ്യൂണൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വിരമിച്ച വനിതാ ജഡ്ജിമാരെ ട്രിബ്യൂണൽ അധ്യക്ഷരാക്കണം. ട്രിബ്യൂണൽ വിധിക്കുമേൽ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മാത്രമെന്നും നിർദ്ദേശമുണ്ട്. 2017 നടിക്കെതിരെ നടന്ന ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിന്റെ പരിഹാരം കാണുന്നതിനു വേണ്ടി പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ്, രമ്യ നമ്പീശൻ, പത്മപ്രിയ, ബീന പോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കുന്നത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന WCCയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ 2017 ജൂലൈയിൽ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും മുൻ ബ്യൂറോക്രാറ്റ് KB വത്സലകുമാരിയും നടി ശാരദയും അംഗങ്ങളായ 3-അംഗ കമ്മീഷനെ രൂപീകരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ മറച്ചുവെക്കണമെന്ന വ്യവസ്ഥയിൽ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകളാണ് തങ്ങൾ സെറ്റിൽ നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചും കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹേമ കമ്മീഷന് മുൻപിൽ പങ്കുവച്ചത്. 300 പേജുള്ള റിപ്പോർട്ട് 2019 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.